കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ല എങ്കിൽ അവിടെ LDF ജയിക്കും. കാരണം കണ്ണൂർ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് കെ സുധാകരനാണ്. കെ സുധാകരൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലം. ഇപ്പോൾ കണ്ണൂരും അഴീക്കോടും ഇരിക്കൂറും പേരാവൂരും ആണ് 4 മണ്ഡലങ്ങൾ. പ്രധാനമായിട്ടും ശക്തമായ മത്സരങ്ങൾ നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ UDFന് സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. ബാക്കിയെല്ലാം തന്നെ LDFന്റെ ഉറച്ച മണ്ഡലങ്ങളാണ്, സുരക്ഷിത മണ്ഡലങ്ങളാണ്. എന്ത് പറയുന്നു ശ്രീകുമാർ? കെ ശൈലജ പേരാവൂരിൽ മത്സരിക്കും എന്നുള്ളത് ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ കേട്ടു. അവിടെ CPMന് വേറൊരു സ്ഥാനാർത്ഥി നേരത്തെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ എന്നോ പേരുള്ള ഒരാളെ നിർത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളൊരു നേരത്തെ ഒരു ടോക്ക് ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ഈ പേരാവൂരിൽ പൊതുവേ അതൊരു UDF മണ്ഡലമാണ്. സണ്ണി ജോസഫ് KPC അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് ഭരണം വന്ന UDF ഭരണം വന്നാലും മന്ത്രിയാകുമെന്ന് ഉറപ്പുള്ള ആളുകൾപ്പെട്ട ഒരാളാണ്. കാരണം അത് KPC പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹത്തിന് മന്ത്രിയാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മന്ത്രിയാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയും പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളും കോൺഗ്രസിൻ്റെ UDFൻ്റെ അടിത്തറയും കൊണ്ട് പേരാവൂർ മണ്ഡലം സണ്ണി ജോസഫ് വരെ നിലനിർത്താനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇരിക്കൂരും ഈ പറയുന്ന അവിടെ ഒരു പ്രത്യേകിച്ച് വലിയൊരു മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല. അത് UDFൻ്റെ മണ്ഡലമായി തുടരാനാണ് സാധ്യത. പക്ഷേ ഈ കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂരിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ല എങ്കിൽ അവിടെ LDF ജയിക്കും. കാരണം കണ്ണൂർ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് കെ സുധാകരനാണ്. കെ സുധാകരൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലം. സതീശൻ പാച്ചേനിയെ കടന്നപ്പള്ളി രാമേന്ദ്രനെ പോലൊരാൾ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടായിരിക്കും? കടന്നപ്പള്ളിയുടെ വൻ ജനപ്രീതിയോ CPMൻ്റെ അച്ചട്ടയായ പ്രവർത്തനം ഒന്നും കൊണ്ടായിരിക്കില്ല. കൃത്യമായിട്ടുള്ള പാലംവലി കോൺഗ്രസിൽ നടന്നുകൊണ്ടാണ്. അപ്പോൾ കെ സുധാകരന് താല്പര്യമുള്ള ആളുകളെ സതീശൻ പാച്ചേനെ ഇപ്പോൾ ഒരാൾ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ പിന്നെ കെ സുധാകരന് ഒരിക്കലും ആ കണ്ണൂർ മണ്ഡലം ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ കടന്നപ്പള്ളി ഒരാൾ അവിടെ നിന്ന് പോലെ ഒരാൾ 2-3 പ്രാവശ്യം അവിടെ നിന്ന് ഒരിക്കലും ജയിക്കില്ല. അത് ജയിക്കാൻ കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിനുള്ളിലെ ഈ ഒരു ശാക്തി കച്ചേരി ബലാബലത്തിൽ വരുമ്പോൾ കെ സുധാകരൻ ആഗ്രഹിക്കുന്ന ആൾ മാത്രമേ അവിടെ വിജയിക്കുകയുള്ളൂ. ഇത്തവണ സുധാകരൻ്റെ പേരാണ് അവിടെ കൂടുതലായിട്ട് കേൾക്കുന്നത്. ഒരുപക്ഷെ സുധാകരനല്ല വേറൊരാളാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും UDFന് സാധ്യത എന്നുള്ളത് ഇപ്പോൾ കടന്നപ്പള്ളി എന്നാൽ ജയിക്കാൻ യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഇത് മനസ്സിലാക്കുന്നത്. പക്ഷേ CPM വേറൊരാളെ പരീക്ഷിക്കുകയും അവിടെ കെ സുധാകരനല്ല വേറൊരു UDF സ്ഥാനാർത്ഥി വരികയും ചെയ്താൽ ഒരു പക്ഷേ കണ്ണൂരിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് കണ്ണൂർ മണ്ഡലം യഥാർത്ഥത്തിൽ അത് UDFൻ്റെ ഉറച്ച മണ്ഡലമാണ്. കാരണം കൃത്യമായ മുസ്ലിം വോട്ടറടക്കമുള്ള മണ്ഡലമാണ്. പക്ഷേ കെ സുധാകരന് വിചാരിക്കണം അവിടെ ആര് ജയിക്കണ്ട എന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കണക്കാറുള്ളത്. ഈ കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകത, ചില മണ്ഡലങ്ങൾ, അതായത് മട്ടന്നൂർ, തലശ്ശേരി, ധർമ്മടം, കല്യാശ്ശേരി, ടു സം എക്സ്റ്റെൻറ്റ് കൂത്തുപറമ്പ്, പയ്യന്നൂർ, ഇത്തരം മണ്ഡലങ്ങൾ LDFൻ്റെ മണ്ഡലങ്ങളാണ്. തളിപ്പറമ്പും പയ്യന്നൂരും ചെറിയൊരു അനക്കമുണ്ട് എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. തളിപ്പറമ്പിൽ ഫൈറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, നല്ലൊരു സ്ഥാനാർത്ഥി UDFൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിലും. ഇരിക്കൂറിൽ ഫൈറ്റ് ഉണ്ടാവില്ല. ഇരിക്കൂർ ഫോർ 139 സീറ്റിലും UDF ജയിക്കുകയും ഒരു സീറ്റ് LDF ജയിക്കുകയും ഒരു സീറ്റ് UDF ജയിക്കുകയും ചെയ്യണമെങ്കിൽ ആ സീറ്റായിരിക്കും ഇരിക്കൂർ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സീറ്റാണ്. 77 തുടങ്ങി ഇങ്ങോട്ട് ഒരു വ്യത്യാസവും. പേരാവൂർ 2 പ്രാവശ്യം LDF ജയിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു ഷൈലജ ടീച്ചർ ജയിച്ചു. അതിനു മുമ്പ് ഒരു കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഗ്രസ് എസിൻ്റെ കാൻഡിഡേറ്റ് 96-ലാണെന്ന് എനിക്ക് തോന്നുന്നു. KP നൂർദ്ദീനെ തോൽപ്പിച്ചിട്ട് അതല്ലാതെ 77 തുടങ്ങി ഇങ്ങോട്ടുള്ള ആകെ 2 പ്രാവശ്യം മാത്രമാണ്. ആൻ്റണി കോൺഗ്രസ് വന്നപ്പോഴും അന്ന് KP നൂർദ്ദീനായിരുന്നു. 80-ലും അദ്ദേഹം ജയിച്ചു. 82-ൽ തിരിച്ച് ആൻ്റണി കോൺഗ്രസ് UDFലേക്ക് പോയപ്പോഴും ജയിച്ചു. പിന്നെ എനിക്ക് 96-ലാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം LDF ജയിക്കുന്നത്. പിന്നെ ഷൈലജ ടീച്ചർ ഒരു പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. അപ്പം അവിടെ പിന്നെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന കഥാപാത്രം അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം അറ്റൻഡ് ചെയ്യാത്ത കല്യാണങ്ങളോ മരണങ്ങളോ ഇല്ല. വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു നേതാവാണ്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു MLA എന്ന നിലയ്ക്കും എനിക്ക് 2012-14 മറ്റു വലിയൊരു പ്രളയം മറ്റൊരു ഷട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരികയും ഹി വാസ് ദെയർ ഓൺ ദ ഫീൽഡ്. മനുഷ്യരിൽ ഒരു വലിയ വിശ്വാസം ഉണ്ടാക്കിയ ഒരാളാണ്. അത് ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 3000 വോട്ടിൻ്റെ ലീഡായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് ഇളക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഷൈലജ ടീച്ചർ നോക്കേണ്ടത്. എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് എന്ന് വെച്ചാൽ LDF വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ അതിന് അധികാരത്തിൽ വരാനുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിലുണ്ടെങ്കിൽ ഷൈലജ ടീച്ചർക്ക് ജയിക്കാം, പേരാവൂർ ജയിക്കാം. അതല്ലെങ്കിൽ ഒരു UDF ഭരണത്തിലാണ് കേരളം തീരുമാനിക്കുന്നതെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെയായിരിക്കും പേരാവൂരും പോവുക. അതല്ലാതെ പേരാവൂർ മാത്രമായിട്ട് കാരണം ഈ 3000 വോട്ട്
മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം. ആ 1500 വോട്ട് മറിക്കാനുള്ള കപ്പാസിറ്റി ടീച്ചറുടെ അടുത്തുണ്ട്. പക്ഷേ അതിനുള്ള പൊളിറ്റിക്സ് പുറകിലുണ്ടോ എന്നുള്ളതാണ്. ആ പൊളിറ്റിക്സിലേക്ക് കേരളം മാറുകയാണെങ്കിൽ ഒരു LDF 3.0 എന്നുള്ളതിലേക്ക് വരികയാണെങ്കിൽ പേരാവൂർ ടീച്ചറും ജയിക്കും. അതേസമയം LDF കേരളത്തിൽ അധികാരത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തി ജയിക്കാനുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പേരാവൂരിൽ LDF-നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.